കല്യാണം കഴിക്കാതെ കാശ് കൊടുത്ത് പ്ലഷർ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോസ്. അവൾക്കാണെങ്കിൽ പെട്ടെന്ന് കുട്ടികൾ വേണമെന്ന് ആഗ്രഹം തോന്നുന്നു. അതിനുവേണ്ടി അവളുടെ അസിസ്റ്റൻ്റായിട്ടുള്ള പെൺകുട്ടിയെ സമീപിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ 2022 പുറത്തിറങ്ങിയ അണ്ടർ ഹെർ കൺട്രോൾ എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ആരംഭിക്കുക നമ്മളെ കാണിക്കുന്ന രണ്ട് കപ്പിൾസിനെയാണ്. അവരുടെ പേര് സോഫിയ നാച്ചോ എന്നായിരുന്നു. ഇവർ തമ്മിൽ നല്ല ക്ലോസ് റിലേഷനിലാണ്. അതുപോലെ ചെറിയ റൂമിലായിരുന്നു താമസിച്ചുകൊണ്ട് വരുന്നത്. അങ്ങനെ ഒരു ദിവസം രാവിലെയാണെങ്കിൽ സോഫിയാണ് ഒരു ഇൻ്റർവ്യൂവിലേക്ക് പോകും. അതേപോലെ നാച്ചോ ആണെങ്കിൽ അവൻ്റെ ക്ലയൻസിനെ വെൽക്കം ചെയ്തിരുന്ന് സംസാരിക്കുകയും ചെയ്യും. നാച്ചോ ആണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. അതേസമയം സോഫിയ ആണെങ്കിൽ ബിയാട്രക് എന്ന് പറഞ്ഞ് വലിയൊരു കമ്പനി ഓണറിൻ്റെ കീഴിലുള്ള കമ്പനിയിലൊരു സെക്രട്ടറി ആയിട്ട് ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവൾ അവിടെ ഇൻ്റർവ്യൂവിന് വേണ്ടി ചെല്ലും. പക്ഷേ അവളാണെങ്കിൽ അൺകംഫർട്ടബിൾ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇവൾക്ക് വലിയൊരു എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും ഒന്നും ഇല്ലായിരുന്നു. ഇവളാണ് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഫുള്ള് ഫേക്ക് ഡോക്യുമെൻറ്റ്സും ആയിരുന്നു. ഇവൾ അവിടെ വെച്ച് തന്നെ ക്ലയൻറ്റിൻ്റെ ഹാൻഡിൽ ചെയ്യാനുള്ള രീതിയെപ്പറ്റിയൊക്കെ സംസാരിക്കും. ഇത് കാണുമ്പോൾ ബിയാട്രസിന് ഇമ്പ്രസ് ആവും. അങ്ങനെ അവൾക്ക് അപ്പം തന്നെ സെക്രട്ടറി ആയിട്ട് ജോലി കിട്ടും. ജോലി കിട്ടിയ ഉടനെ തന്നെ അവളത് നാച്ചോയെ വിളിച്ച് പറയുകയും ചെയ്യും. അതിനുശേഷം വീട്ടിലേക്ക് തന്നെ അവർ തമ്മിൽ കുറേ നേരം സെലിബ്രേറ്റ് ചെയ്യും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് സോഫിയ നാച്ചോയോട് പറയും ഈ ജോലി അവൾക്ക് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബിയാട്രസ് എന്ന് പറഞ്ഞാൽ അതുപോലെ സക്സസ് ആയിട്ടുള്ളൊരു വുമണാണ്. അവളെപ്പോലെ തന്നെ ആകാനാണ് ഇവൾക്ക് ആഗ്രഹം എന്നൊക്കെ. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് സോഫിയ തീരുമാനിക്കും ഈ കമ്പനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും വർക്ക് ചെയ്യണം, എന്നിട്ട് നല്ലൊരു ലെവലിലേക്ക് ഉയരണമെന്ന്. അങ്ങനെ സോഫിയ ആണെങ്കിൽ ബിയാട്രസിൻ്റെ കൂടെ പതിയെ ജോയിൻ ചെയ്യും. അവരാണെങ്കിൽ പല പല മീറ്റിങ്ങിൽ പോകും. ഒരുപാട് പേരുമായിട്ട് സംസാരിക്കും. സോഫിയയും അതെല്ലാം കണ്ട് പതിയെ പതിയെ പഠിച്ചു വരും. അങ്ങനെ ഒരു ദിവസം രാത്രിയാണ് സോഫിയ ആണെങ്കിൽ പതിയെ മയങ്ങിപ്പോവും. അപ്പോൾ ബിയാട്രസ് പതിയെ വന്ന് സോഫിയുടെ ഫോൺ എടുത്ത് നോക്കും. അപ്പോഴാണ് ബിയാട്രസ് ഫോണിൽ സോഫിയയും നാച്ചോയും കൂടെ നിൽക്കുന്ന ഫോട്ടോ കാണുന്നത്. അങ്ങനെ ബിയാട്രസ് ആണെങ്കിൽ സോഫിയനെ വിളിച്ച് കഴിഞ്ഞപ്പിച്ച ശേഷം വീട്ടിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഇച്ചിരി കഴിയുമ്പോൾ ബിയാട്രസിനെ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യും. ഉടനെ തന്നെ അവൾ ഫോണിൽ ഒരു കോൾ ബോയിനെ വിളിച്ച് അവളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും. അതിന് പിന്നീട് കാണിക്കുന്നത് ബിയാട്രസ് ഒരു ഡോക്ടറെ കാണാൻ പോകുന്നതാണ്. അതിന് ബിയാട്രസ് പുതിയ ജനറേഷനിലെ ഗേൾസിനെ പറ്റിയൊക്കെ ഡോക്ടറോട് ചോദിക്കും. പിന്നീട് വീട്ടിൽ വന്ന ബിയാട്രസ് ആണെങ്കിൽ കുളിക്കാൻ പോയ ശേഷം സ്വന്തമായിട്ട് പ്ലഷർ കണ്ടുപിടിക്കും. പക്ഷെ അവളുടെ പ്രായം കൂടുതലായതുകൊണ്ട് അവൾക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഇതേ സമയം നമ്മളെ സോഫിയ കാണിക്കുന്നതെന്ന് വെച്ചാൽ അവൾ ഡെയിലി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് പ്രഗ്നൻ്റ് ആണോ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ സോഫിയൻ്റെ അച്ഛൻ കൂടെ ഒരു ദിവസം ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകും. അവിടെ വെച്ച് സോഫിയ ആണെങ്കിൽ ബിയാട്രസിനെ പോലെ ആകുന്നതിനെപ്പറ്റി നാച്ചോട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നാച്ചോ പറയാം അതുപോലെ ആണെങ്കിൽ നമുക്കൊരു നല്ല ഫാമിലി ലൈഫ് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ബിയാട്രസ് വർക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അവൾക്കൊരു ഫാമിലി ഇല്ലാത്തതെന്ന് പറയും. പിന്നീട് വീട്ടിൽ വന്ന ശേഷമാണ് സോഫിയ ഛർദ്ദിക്കുന്നതും അവിടെ നാച്ചോയുടെ കുട്ടിയെ പ്രഗ്നൻ്റ് ആണെന്ന് അവൾ മനസ്സിലാക്കുന്നതും. ഇതറിയുമ്പോൾ അവൾക്ക് പെട്ടെന്നൊരു ഷോക്കാവും. കാരണം അവളാണെങ്കിൽ വർക്കിൽ വലിയൊരു സക്സസ്സിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ സോഫിയ ആണെങ്കിൽ പള്ളിയിലേക്ക് പോകും. അവിടെ ചെന്ന് പള്ളിയിൽ അച്ഛനോട് കുമ്പസരിക്കും. അപ്പോഴത്തേക്കിനും അവിടെ കൊച്ചിൻ്റെ കാര്യമൊക്കെ പറയും. കൊച്ചുള്ളതുകൊണ്ട് അവൾക്ക് വർക്കിൽ ഇനി സക്സസ് ആകാൻ പറ്റില്ല, അതുകൊണ്ട് അതിനെ അബോർട്ട് ചെയ്യാൻ പോകാമെന്നൊക്കെ. അപ്പം പള്ളിയിലച്ഛൻ പറയും ഇതിനേക്കാൾ വലിയ പാപം വേറെ ഇല്ലെന്ന് പറയും. അങ്ങനെ സോഫിയ അവിടെ നിന്നെല്ലാം വളരെ വിഷമത്തോടെ ഇറങ്ങും. പിന്നീട് കാണിക്കുന്ന സോഫിയ ബിയാട്രസിൻ്റെ കൂടെ വലിയൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ സോഫിയ ആണെങ്കിൽ എല്ലാ ക്ലയൻസിനെയും കറക്റ്റ് ബിയാട്രസിനെ പിടിച്ചു കൊടുക്കും. അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞ് ബിയാട്രസിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് ബിയാട്രസ് അവൾക്ക് പ്രൊമോഷൻ കൊടുത്ത് പെർമനൻറ്റ് അസിസ്റ്റൻ്റ് ആക്കിയെന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സോഫിയയ്ക്ക് വളരെ സന്തോഷമാവും. അപ്പോൾ ബിയാട്രസ് സോഫിയോട് പറയും ഇനി തൊട്ട് കമ്പനിയുടെ മിക്ക കാര്യങ്ങളും ഇവളെ തന്നെ ഏൽപ്പിക്കാൻ പോകാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഇവൾ കമ്പനിയിലേക്ക് വരും. അവിടെ വെച്ച് ബിയാട്രസ് ഇവൾക്കൊരു ടാസ്ക് കൊടുക്കും, ഒരു പെണ്ണിനെ ഫയർ ചെയ്ത് വിടാനുള്ളത്. അങ്ങനെ സോഫിയ ആണെങ്കിൽ ആദ്യമായിട്ട് ഒരു എംപ്ലോയിനെ ഫയർ ചെയ്ത് വിടാൻ വേണ്ടി അവിടെ ചെല്ലും. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ എംപ്ലോയി പറയും അവൾ 10 ദിവസം മെഡിക്കൽ ലീവാണ് എടുത്തത്, അതിന് കാരണം അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ടാണെന്ന്. അവൾക്കാണെങ്കിൽ കറക്റ്റായിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ സോഫിയയ്ക്കാണെങ്കിൽ ബിയാട്രസിൻ്റെ ഓർഡർ അനുസരിച്ചേ പറ്റത്തുള്ളായിരുന്നുള്ളൂ. അങ്ങനെ സോഫിയ അവളെ ഫയർ ചെയ്ത് വിടും. പിന്നീട് സോഫിയ ബിയാട്രസിൻ്റെ റൂമിലേക്ക് വന്ന് ഇതിനെപ്പറ്റി ചോദിക്കും. അപ്പോഴത്തേന് ബിയാട്രസ് പറയും കുട്ടിയുള്ളവരൊന്നും കമ്പനി വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, കാരണം അത് അവരുടെ വർക്കിലുള്ള ഫോക്കസ് കുറയ്ക്കുമെന്ന്. ഇത് കേട്ട ഉടനെ തന്നെ സോഫിയ പൊട്ടിക്കരയും. എന്നിട്ട് ബിയാട്രസിനോട് പറയും അവളും പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ബിയാട്രസാണ് സോഫിയ വണ്ടി കൊണ്ട് അവളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി വിടും. അങ്ങനെ പോകുന്ന വയ്ക്ക് സോഫിയയ്ക്ക് മനസ്സിലാവും കുട്ടിയുള്ളത് അവളുടെ ജോലിക്കൊരു വലിയ പ്രശ്നമാവുന്നത് തന്നെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ബിയാട്രസ് വൈകുന്നേരം ഇരുന്ന് വക്കീലിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവൻ്റെ ബിയാട്രസ് വക്കീലിനോട് പറയും അവൾക്കാണ് ഒരു കുഞ്ഞിനെ വേണം, പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അവളുടെ അസിസ്റ്റൻ്റായിട്ടുള്ള സോഫിയ ആണെങ്കിൽ പ്രഗ്നൻ്റ് ആണ്, അവളുടെ കുഞ്ഞിനെ എങ്ങനെയും ഇവൾക്ക് കിട്ടാൻ വകുപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വക്കീലിൻ്റെ സപ്പോർട്ടോടു കൂടി ബിയാട്രസ് ആണ് സോഫിയനെ വിളിച്ചിട്ട് പറയും അതിനെ അബോർട്ട് ചെയ്ത് കളയണ്ട, പകരം ഇവൾക്ക് വളർത്താൻ കൊടുക്കാൻ പറയും. അപ്പോൾ സോഫിയ ആദ്യം ഒന്ന് ഞെട്ടിപ്പോവും. പക്ഷെ അവൾക്കാണെങ്കിൽ വേറെ വഴിയില്ലായിരുന്നു. കാരണം ഈ ജോലി പോയി അവൾക്ക് വേറെ ജോലി കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ലായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഫേക്ക് സർട്ടിഫിക്കറ്റ് വെച്ച് കയറിയുകൊണ്ട് ചിലപ്പോൾ ജയിലിൽ വരെ പോകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവൾക്ക് ഇവളുടെ ജോലി വിട്ടുകൊടുക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം ഇവൾ ബിയാട്രസിനോട് ചെന്ന് എല്ലാ കാര്യങ്ങളും സമ്മതിക്കും. അങ്ങനെ സോഫിയ ആണെങ്കിൽ അവളുടെ കുഞ്ഞിനെ ബിയാട്രസിന് കൊടുക്കുക എന്നുള്ള ഡോക്യുമെൻറ്റ് സൈൻ ചെയ്യും. അപ്പോൾ ബിയാട്രസ് ഒരു കണ്ടീഷൻ വെക്കും, ഇനിയുള്ള 6 മാസം ബിയാട്രസിൻ്റെ കൂടെ തന്നെ നിൽക്കണമെന്ന്. അങ്ങനെ സോഫിയയും അതിന് സമ്മതിക്കും. അങ്ങനെ വീട്ടിലേക്ക് വന്ന സോഫിയ ആണെങ്കിൽ നാച്ചോയുടെ കാര്യങ്ങളൊക്കെ പറയും. അവൾക്ക് 6 മാസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കണം,
ഒരു ബിസിനസ്സിൽ ഹൈ പ്രൊമോഷനും ഡബിൾ സാലറിയും കിട്ടി, അതുപോലെ തന്നെ ഈ കൊച്ചിനെ കൊടുക്കുന്ന കാര്യം കൂടെ പറയും. അപ്പം നാച്ചോ ആദ്യം ഇതൊന്നും സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇവിടെ പതിയെ നാച്ചോയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും. പിന്നീട് നമ്മളെ കാണിക്കുന്നത് ബിയാട്രിസ് സോഫിയും വിളിച്ചുകൊണ്ട് ഒരു ലക്ഷറി വീട്ടിലേക്ക് പോകുന്നതാണ്. അങ്ങനെ അവിടെ ചെന്ന ശേഷം ആ വീട് കണ്ട് സോഫി ഞെട്ടിപ്പോവും. കാരണം ആ വീട്ടിലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ കുളിക്കുക, സ്വിമ്മിംഗ് പൂള്, അവളുടെ തന്നെ ഫേവറേറ്റ് ബുക്കുകൾക്ക് വേണ്ടി പ്രത്യേക ഒരു ലൈബ്രറി. അങ്ങനെ പതിയെ സോഫി ആണെങ്കിൽ അവിടെ എൻജോയ് ചെയ്ത് ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ അവിടെ വന്ന ശേഷം ഒരു പ്രത്യേക ഡിസിപ്ലിനിൽ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളും പോകാൻ തുടങ്ങി. അവളാണ് എല്ലാ ദിവസവും എഴുന്നേറ്റ് പ്രത്യേക എക്സസൈസുകൾ ചെയ്യാൻ തുടങ്ങി. എന്നും രാത്രിയാകുമ്പോൾ ബിയാട്രിസ് വന്ന് അവളുടെ ഹെൽത്ത് ചെക്ക് ചെയ്യാനും തുടങ്ങി. അങ്ങനെ കാര്യങ്ങളെല്ലാം നോർമലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം സോഫിയ അവളുടെ ലൈബ്രറിക്കകത്ത് ഒരു ക്യാമറ കാണുന്നത്. പിന്നീട് അവൾ ചെക്ക് ചെയ്യുമ്പോഴാണ് പിടികിട്ടുന്നത് അവിടെ എല്ലാം ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ബിയാട്രിസിനെ കാണുമ്പോഴേക്കും അവൾ ക്യാമറയെപ്പറ്റി ചോദിക്കും. അവളെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിരീക്ഷിക്കാൻ വെച്ചേക്കുന്നത്. അപ്പോൾ അവൾ പറയുന്നത് സെക്യൂരിറ്റി റീസൺ കൊണ്ട് ജസ്റ്റ് വെച്ചേക്കുന്ന ക്യാമറകളാണെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വേറൊരു ദിവസം സോഫിയെ നോക്കുമ്പോഴത്തേക്കും അവളുടെ ഫോണും കാണുന്നില്ലായിരുന്നു. അവൾ ചെന്ന് അവിടുത്തെ വേലക്കാരിയോട് അതിനെപ്പറ്റി ചോദിക്കും. പക്ഷേ വേലക്കാരി കണ്ടിട്ടില്ലെന്ന് പറയും. അങ്ങനെ ഈ കാര്യം അവൾ വൈകുന്നേരം ബിയാട്രിസിനോട് പറയും. അപ്പോഴത്തേക്കിനും ബിയാട്രിസ് പറയും അത് കുഴപ്പമില്ല, അവൾക്ക് പുതിയൊരു ഫോൺ മേടിച്ച് തന്നേക്കാമെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം ബിയാട്രിസ് കൊച്ചിൻ്റെ ഹെൽത്തൊക്കെ അറിയാൻ വേണ്ടി സോഫിയെ കൊണ്ട് പോകും. അവരവിടെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കിനും കൊച്ച് ഹെൽത്തി ആയിരുന്നു. അങ്ങനെ ബിയാട്രിസ് ആണെങ്കിൽ അവളുടെ കൊച്ചിൻ്റെ ചലനമൊക്കെ കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കും. പിന്നീട് കാണിക്കുന്ന സോഫി ആണെങ്കിൽ ബിയാട്രിസിൻ്റെ മുറിയിൽ കയറി നോക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ബിയാട്രിസ് ഇതെല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തേക്കുന്നതെന്ന്. കാരണം ജനിക്കാൻ പോകുന്ന കൊച്ചിന് വേണ്ടി ഇപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിയാട്രിസ് ആണെങ്കിൽ ഒരു ദിവസം സോഫിക്ക് ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടു കൊടുക്കും, അവളുടെ ബോറിംഗ് ഒക്കെ മാറാൻ വേണ്ടി. ഒരു ദിവസം സോഫി നോക്കുമ്പോഴാണ് അവളുടെ വേലക്കാരി വീട്ടിൽ കാണത്തില്ല. അങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിനെപ്പറ്റി അവൾ ബിയാട്രിസിനോട് ചോദിക്കുന്നത്. പക്ഷേ ബിയാട്രിസ് ആണെങ്കിൽ അതിന് ഉത്തരം പറയാതെ വേഗം നീന്തൽ തീർക്ക്, അത് കഴിഞ്ഞ് അടുത്ത എക്സസൈസ് ഉള്ളതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും സോഫി സ്വിമ്മിംഗ് പൂളിൽ എഴുന്നേറ്റ് വന്ന് അവളോട് ദേഷ്യപ്പെടും. പെട്ടെന്നാണ് ബിയാട്രിസിൻ്റെ സ്വഭാവം മാറിയിട്ട് കാലുകൊണ്ട് അവളെ വീണ്ടും മുക്കിത്താക്കാൻ നോക്കുന്നത്. എന്നിട്ട് പെട്ടെന്ന് ബിയാട്രിസിൻ്റെ ഭാവം മാറിയിട്ട് അവളോട് പറയും നിൻ്റെ സ്വിമ്മിങ്ങിൻ്റെ സമയം കഴിയാറായില്ല, അതുകൊണ്ട് പെട്ടെന്ന് സ്വിമ്മെല്ലാം ചെയ്തിട്ട് അടുത്ത എക്സസൈസിനുള്ള ടൈം ആകുമ്പോൾ വരാൻ പറയും. അപ്പോൾ സോഫി ആണെങ്കിൽ ഇത് കാണുമ്പോൾ അത്ഭുതം തോന്നും. പെട്ടെന്ന് ബിയാട്രിസിൻ്റെ ക്യാരക്ടർ മാറിയതിനെ പറ്റിയൊക്കെ ഓർത്ത്. പക്ഷേ അവളാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ വിടും. അങ്ങനെ ഒരു ദിവസം സോഫിയുടെ ബർത്ത്ഡേ ദിവസമായി. അങ്ങനെ ആ ദിവസം അവൾ ബിയാട്രിസിനോട് ചോദിക്കും അന്ന് അവളുടെ ബോയ് ഫ്രണ്ടിനോട് സംസാരിച്ചോട്ടെ, കാരണം ഇപ്പം തന്നെ ഒരുപാട് ദിവസമായല്ലോ. അങ്ങനെ ബിയാട്രിസ് ആണെങ്കിൽ ബോയ് ഫ്രണ്ടിനെ വീഡിയോ കോൾ ചെയ്യാൻ സോഫിയയ്ക്ക് അവസരം കൊടുക്കും. അപ്പോൾ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സോഫിയ കരയും. കാരണം ഒരുപാട് നാളായിരുന്നു അവനെ കണ്ടിട്ട്. അപ്പോൾ അവനെ ഇട്ടിട്ട് പോകുന്നതിനെ പറ്റിയൊക്കെ ഓർത്ത് അവൾ നല്ല വിഷമിക്കും. പെട്ടെന്നാണ് ബിയാട്രിസ് ആ വീഡിയോ ഓഫ് ചെയ്യുന്നത്. കാരണം സോഫിയ കരയുന്നതുകൊണ്ട് കൊച്ചിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരുമെന്ന് പറയും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ബിയാട്രിസ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് അറിയുന്നത് സോഫിയ കൊണ്ടുവന്ന ഡോക്യുമെൻ്റ് എല്ലാം ഫേക്ക് ആയിരുന്നു, അവൾക്കൊരു ഡിഗ്രി ഇല്ലെന്നുള്ളതും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബിയാട്രിസിന് പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ ബിയാട്രിസ് ആണെങ്കിൽ ദേഷ്യമൊന്നും വെളിയിൽ കാണിക്കുന്നില്ലായിരുന്നു, കാരണം അവളുടെ കൊച്ചിനെ ഇപ്പോൾ അവൾക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ അന്ന് രാത്രിയാണ് സോഫിയെ ബിയാട്രിസ് അറിയാതെ ആ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്. പക്ഷേ അവളാണെങ്കിൽ വന്ന് പെടുന്നത് ബിയാട്രിസിന് മുന്നിൽ തന്നെ ആയിരുന്നു. അങ്ങനെ ബിയാട്രിക്ക് സോഫിയെ തിരിച്ച് പിടിച്ച് വീട്ടിൽ കൊണ്ടിടും. സോഫിയാണെങ്കിൽ അവിടെ വളരെ വിഷമത്തോടു കൂടി ഇരിക്കും. പിറ്റേ ദിവസമാണ് ബിയാട്രിസ് ഓഫീസിൽ ഇരിക്കുമ്പോഴത്തേക്കിനും സോഫിയെ വീണ്ടും രക്ഷപ്പെടാൻ നോക്കുന്നത് കാണുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ബിയാട്രിസ് പെട്ടെന്ന് ആ വീട്ടിലേക്ക് പുറപ്പെടും. ഈ സമയത്താണ് സോഫിയ മതിൽ ചാടി കടക്കാൻ നോക്കി. പക്ഷേ മതിലുമായിട്ട് ഇലക്ട്രിസിറ്റി കണക്ട് ചെയ്ത് അവൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഷോക്ക് അടിച്ച് അവൾ താഴെ വീഴും. ഈ സമയത്ത് ബിയാട്രിസ് വന്ന് അവളെ എഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്ന് റൂമിൽ കിടത്തും. അങ്ങനെ ഈ സമയം നാച്ചോ ആണെങ്കിൽ വേറൊരു പെണ്ണുമായിട്ട് റിലേഷനിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് അവൻ ഫോണൊക്കെ എടുക്കുമ്പോഴത്തേക്കിന് സോഫിയനെ മിസ് ചെയ്യുന്നതും സോഫിയാണെങ്കിൽ ഇവനെ ഒരുപാട് സ്നേഹിച്ചെന്ന് അവന് മനസ്സിലാകുന്നതും. അങ്ങനെ അവൻ സോഫിയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഓഫീസിലേക്ക് ചെല്ലും. അങ്ങനെ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെയുള്ളവർ പറഞ്ഞ് ഈ ബംഗ്ലാവിനെ പറ്റി അറിയും. പക്ഷേ നാച്ചോയ്ക്കാണെങ്കിൽ ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ സോഫിയക്കകത്ത് നിന്ന് നാച്ചോ വെളിയിൽ വന്നത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ബംഗ്ലാവിൽ കയറാൻ പറ്റത്തില്ലെന്ന് ഉറപ്പിച്ച നാച്ചോ ആണെങ്കിൽ അവിടെ നിന്നെല്ലാം മാറി തിരിച്ച് വന്ന ശേഷം പോലീസിനെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. ഇതേ സമയത്ത് ബിയാട്രിസ് കാറുമായിട്ട് വന്ന് അവനെ ഇടിച്ച് തെറിപ്പിക്കും. അങ്ങനെ നാച്ചോ അവിടെ മരിച്ച് വീഴും. അതിനുശേഷം ആരും അറിയാതെ അവൻ്റെ ബോഡി ഡിസ്പോസ് ചെയ്യും. അന്ന് രാത്രിയാണെങ്കിൽ ബിയാട്രിസ് സോഫിയുടെ അടുത്തേക്ക് ഒന്നും അറിയാത്ത പോലെ ചെല്ലും. സോഫിയാണെങ്കിൽ ബിയാട്രിസിനോട് നാച്ചോ വന്നത് അറിയാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വൈകുന്നേരം വീഡിയോ കോളിൽ കൂടെ ബിയാട്രിസ് ആണെങ്കിൽ ഡോക്ടറോട് സംസാരിക്കും. അപ്പോഴത്തേനും ഡോക്ടർ പറയും ഉടനെ തന്നെ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ പിറ്റേ ദിവസം വരണമെന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ബിയാട്രിസ് സോഫിയ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഈ സമയം സോഫി അടുക്കളയിലേക്ക് പോയി അവിടെ നിന്നൊരു പലകഷ്ണം എടുത്തുകൊണ്ട് വന്ന് ബിയാട്രിസിനെ അടിച്ചിടും. അത് കഴിഞ്ഞ് അവളെ കെട്ടിയിട്ട ശേഷം ടോർച്ചർ ചെയ്തിട്ട് നാച്ചോയെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ബിയാട്രിസ് എത്ര അടി കൊണ്ടിട്ട് നാച്ചോയെ പറ്റി പറയുന്നില്ലായിരുന്നു, അവൾക്ക് അറിയത്തില്ലെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസമായി. പിറ്റേ ദിവസമാണെങ്കിൽ സോഫിയെ വീണ്ടും ചെന്ന് ബിയാട്രിസിനെ ഭീഷണിപ്പെടുത്തിയിട്ട് ലോക്കറിൻ്റെ പാസ്വേഡ് ചോദിക്കും. അങ്ങനെ ബിയാട്രിസ് ആണെങ്കിൽ ലോക്കറിൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കും. അവൾ അവിടെ ചെന്ന് അവിടെ ഇരിക്കുന്ന പൈസ എല്ലാം എടുക്കും. പിന്നീട് ബിയാട്രിസിനോട് വന്ന് ഇനി അവളെ ഫോളോ ചെയ്തേക്കില്ലെന്ന് പറഞ്ഞ ശേഷം സോഫിയ അവളുടെ പട്ടിയുമായിട്ട് വെളിയിലേക്ക് രക്ഷപ്പെട്ട് പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്നാണ് ബിയാട്രിസ് പിന്നീന്ന് വന്ന് അവളെ ആക്രമിക്കുന്നത്. അങ്ങനെ അവർ തമ്മിൽ അവിടെ വെച്ചൊരു ഫൈറ്റ് നടക്കുമ്പോഴാണ് സോഫിയ അവളെ കുത്തി കൊല്ലും. അങ്ങനെ പാസ്വേഡെല്ലാം കിട്ടിയ സോഫിയ ആ വീട്ടിൽ നിന്ന് പറ്റി രക്ഷപ്പെടും.
അങ്ങനെ ഏറ്റവും അവസാനത്തെ സീനിൽ കാണിക്കുന്നത് സോഫിയ അവിടെ നിന്നെല്ലാം നടന്നു പോയിക്കൊണ്ടിരിക്കുക പെട്ടെന്ന് അവൾക്ക് പ്രസവവേദന വരുന്നതായിട്ടാണ്. അങ്ങനെ അതോടുകൂടി സിനിമ അവിടെ അവസാനിക്കും.